ഹായ് ഫ്രണ്ട്സ്, ടിക് ടാക് ബ്യൂട്ടി ക്രിയേഷനിലേക്ക് സ്വാഗതം. നമുക്കിന്നൊരു ഓർഗൻസ തുണിയിലൊരു ഫ്രോക്ക് തയ്ച്ചെടുക്കാമേ. അതിനായിട്ട് ഈ കാണുന്നതാണ് ഓർഗൻസ എന്ന് പറയുന്ന തുണി. അത് ഒത്തിരി നൈസായിട്ടുള്ള തുണിയാണ്. അകവും പുറവും എല്ലാം കാണാവുന്ന തുണി. അറിയാമേ എത്രക്ക് വേണ്ടി പറഞ്ഞു തരികയാണ്. ഇതിന് നല്ല വിലയുമാണ്. 200 മീറ്ററിന് 200-നടുത്ത് വിലയാകും. ഇതാണ് സാറ്റിൻ തുണി. അതിനടിയിൽ വെച്ച് തയ്ക്കാനായിട്ട് ഉള്ള തുണിയാണ്. ഒരു കസ്റ്റമർ തന്നതാണ്. മോൾക്കധികം പൊക്കമില്ലാത്തത് കൊണ്ട് 2.5 മീറ്റർ വെച്ച് മതിയായിരുന്നു. നമ്മൾ ആദ്യം അതിനായിട്ട് സാറ്റിൻ്റെ തുണി കോണോട് കോണ് മടക്കിയിടുകയാണ്. ടോപ്പിൻ്റെ ഫ്രോക്ക് ഭാഗം തയ്ക്കാൻ വേണ്ടിയിട്ടാണ്. എന്ന് പറഞ്ഞാൽ മേൽഭാഗമല്ല, അരയ്ക്ക് താഴോട്ടുള്ള ഭാഗം. അതിനാദ്യം നമ്മൾ ഈ തുണിയൊക്കെ തന്നെ ഓടി പോകുന്ന തുണിയാണ്. നമ്മൾ 4 സൈഡിലും പിന്ന് വെച്ച് കുത്തി റെഡിയാക്കി വെച്ചതിന് ശേഷമാണ് മെഷർമെൻറ്റ് എടുക്കേണ്ടത് കേട്ടോ. അങ്ങനെ മെഷർമെൻറ്റ് എടുക്കാനായിട്ട് നമ്മൾ എല്ലാം റെഡിയാക്കി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും വെയിറ്റുള്ള സാധനം എടുത്ത് വെച്ചാലും മതി. അതിനെക്കാട്ടി ബെറ്റർ പിന്ന് കുത്തുന്നതാണ്. നമുക്ക് വേണ്ടുന്ന മൊത്തം ലെന്തെന്ന് പറയുന്നത് 37 ഇഞ്ചാണ്. 37 to 40 വരെ നമുക്ക് എടുക്കാം. നമ്മൾ ആദ്യം മേളിൽ എത്രയാണ് എടുക്കുന്നതെന്ന് വെച്ചാൽ ആ അളവ് തന്നെ 4 സൈഡ് അപ്പുറത്തും ഇപ്പുറത്തും എടുക്കണം. എടുത്തു കഴിഞ്ഞ് മാർക്ക് ചെയ്തതിന് ശേഷം നമ്മുടെ അരവണ്ണത്തിന് 4-ലൊന്നും അവിടെ കിട്ടുമോ, തയ്യൽ തുമ്പും കൂടെ കിട്ടുമോ എന്ന് നോക്കിയിട്ട് വേണം എടുക്കാനായിട്ട്. അങ്ങനെ എടുത്തപ്പോൾ കിട്ടിയതാണ് ഇത്രയും ഇറക്കത്തിലെടുത്താൽ മാത്രമേ. ഇച്ചിരി വലിപ്പത്തിലൂടെയാണ് തയ്ക്കുന്നത്. സ്റ്റിച്ചിങ് അലവൻസ് കുറച്ച് കൂട്ടിയിട്ടാണ് തയ്ക്കുന്നത്. 1.5 ഇഞ്ച് കൂടുതൽ സ്റ്റിച്ചിങ് അലവൻസ് അതിനകത്ത് ഇട്ടിട്ടുണ്ട്. എന്നിട്ട് അവിടെ ഇതുപോലെ ഒരു 2 ലൈൻ ഇടണം. ഒന്ന് നമുക്ക് സ്റ്റിച്ച് ചെയ്യാനായിട്ടുള്ള ലൈനും. എന്നിട്ട് അവിടുന്ന് നമ്മൾ ഇനി ബാക്കിയുള്ള ഇറക്കം എത്രയാണ് നമുക്ക് വേണ്ടത്. ടോപ്പിന് കൊടുക്കുന്ന ലെന്തെന്ന് പറഞ്ഞാൽ 15 ഇഞ്ചാണ്. ബാക്കി ഇതിനകത്ത് 27 ഇഞ്ചാണ് ഞാൻ അടയാളപ്പെടുത്തുന്നത്. അതിങ്ങനെ ചോക്ക് വെച്ച് മാർക്ക് ചെയ്ത് വിടുകയാണ്. ഓൾറെഡി ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ നമ്മൾ ഈ മാർക്ക് ചെയ്ത ഭാഗത്തു നിന്ന് എടുക്കാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് നമ്മൾ ഏറ്റവും ടോപ്പ് ഭാഗത്ത് പോയി നമ്മൾ ഓൾറെഡി താഴെ മാർക്ക് ചെയ്തായിരുന്നല്ലോ, ജസ്റ്റ് ഒന്ന് അവിടുന്ന് ആ കോണായിട്ടിരിക്കുന്ന ഭാഗത്തെ ടേപ്പിൻ്റെ അറ്റം വെച്ചിട്ട് താഴെ ഭാഗത്ത് എത്ര കിട്ടുന്നോ, നമ്മൾ ആദ്യം മാർക്ക് ചെയ്ത ഭാഗത്ത് എത്ര കിട്ടുന്ന നീളം അതേ അളവിൽ അങ്ങ് അതേ ടേപ്പ് അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും മോൾ ഭാഗം ചരിക്കുകയേ വേണ്ട, മാറ്റി കൊടുക്കണ്ട. ഇതങ്ങനെ റൗണ്ടായിട്ട് അങ്ങ് പോയാൽ മതി. അപ്പോൾ കറക്റ്റായിട്ടുള്ള അളവ് നമുക്ക് കിട്ടും. അങ്ങനെ വെട്ടിയെടുത്തതിന് ശേഷമുള്ള ഭാഗമാണിത്. നല്ല വീതിയുള്ള വിടുത്തുള്ള ഒരു തുണി ആയതുകൊണ്ട് തന്നെ നമുക്ക് തന്നെയല്ല അധികം ഹൈറ്റുള്ളൊരു കുഞ്ഞല്ല. അവൾക്ക് അധികം ഹൈറ്റില്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് തുണി ആവശ്യത്തിന് വേറെ അറ്റാച്ച് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. വീതിക്കകത്ത് തന്നെ കിട്ടുന്നുണ്ട് ഇറക്കം. നമ്മൾ ഇനി ഓർഗൻസ തുണി എടുക്കുകയാണ്. അതും ഇതുപോലെ 4 കോണായിട്ട് മടക്കുകയാണ്. അതും ഇങ്ങനെ ഭയങ്കര പാടാണ് അത് മടക്കി എടുക്കാനാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, അതും ഇതുപോലെ പിന്ന് 4 മടക്കി ഓരോരോ ഭാഗത്തും പിന്ന് കുത്തി വെച്ചതിന് ശേഷം കറക്റ്റാക്കി വെച്ചതിന് ശേഷം നമ്മൾ ആദ്യം വെട്ടിയില്ലേ സാറ്റിൻ തുണിയിൽ, ആ തുണി ഇതിനെ മുകളിൽ വെച്ച് അതും വീണ്ടും പിന്ന് കുത്തി. ഇതിപ്പോൾ കണ്ട 4 പോർഷനുണ്ട്, 4 പീസുണ്ട്. 4 പീസ് എന്ന് പറഞ്ഞാൽ ഇവിടെ മടക്ക് ഭാഗം, ഈ സൈഡ് മടക്ക് ഭാഗം, മറ്റേ സൈഡ് ഓപ്പൺ ഭാഗമാണ്. കോണായിട്ട് മടക്കിയിട്ടേക്കുവാണ്. കോണായിട്ട് മടക്കിയിട്ടാലേ ഫ്രോക്കായിട്ട് നമുക്കിങ്ങനെ കിടക്കുകയുള്ളൂ. എന്നിട്ട് നമ്മൾ ആ സാറ്റിൻ്റെ തുണി അതിൽ വെച്ച് എത്രയാണ് വീതി കിട്ടുന്നതെന്ന് വെച്ചാൽ അത് കറക്റ്റായിട്ട് വെച്ച് പിന്നൊക്കെ കുത്തിയിട്ട് നമ്മൾ വെട്ടിയെടുക്കുകയാണ്. അതേ അളവിൽ തന്നെ നമ്മളിപ്പോൾ ഇത് വെട്ടുമ്പോൾ ഈ തുണി വെട്ടുമ്പോൾ ഒരല്പം അടിഭാഗത്ത് ഇറക്കാൻ കൂടുതലിട്ട് വേണം വെട്ടാൻ. കാരണം മടക്കി അടിക്കുമ്പോൾ ഒരിക്കലും നമ്മൾ സാറ്റിൻ്റെ തുണി ഒരിക്കലും പുറത്തേക്ക് വരാൻ പാടില്ല. അതുകൊണ്ട് നമ്മൾ ആ കറക്റ്റ് അടിഭാഗം അടിക്കുന്നതിന് മടക്കി അടിക്കാനായിട്ട് എത്ര ഇഞ്ച് നമ്മൾ എടുക്കുന്നു
ഒരു 1/4 ഇഞ്ചോളം മതി. അത് കൂട്ടിയിട്ട് വേണം നമ്മൾ വെട്ടിയെടുക്കാനായിട്ട്. അല്ല തയ്ച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ ഈ സാറ്റിൻ്റെ തുണിക്ക് വെയിറ്റ് കൂടുതലായതുകൊണ്ട് അത് താഴോട്ട് ഇറങ്ങി വരും. അപ്പം അങ്ങനെ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം 4 പോർഷൻ കണ്ടോ, 2, 3, 4 മറ്റേ തുണി വെട്ടിയതുപോലെ തന്നെയാണ്. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ടോപ്പ് ഭാഗത്തിന് വേണ്ടിയിട്ടുള്ള അതൊരു പേപ്പറിൽ വെട്ടിയെടുത്തിട്ട് ഇതിൽ വെച്ച് വെട്ടുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. കാരണം ടോപ്പിൻ്റെ ഭാഗത്തിന് ഒത്തിരി മെഷർമെൻറ്റ്സുകളുണ്ടല്ലോ, കഴുത്ത്, അകലം, ഷോൾഡർ, കൈക്കുഴി, പിന്നെ ഇറക്കം, പിന്നെ അതിൻ്റെ അവിടുന്ന് കോണിയിൽ നിന്ന് 1 ഇഞ്ച് കുറച്ച് വെട്ടുക, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുള്ളത് കൊണ്ട് തന്നെ നമ്മൾ ആദ്യം ഒരു ന്യൂസ് പേപ്പറിലോ അല്ലെ കട്ടിങ് ബോർഡിലോ കാർഡ് ബോർഡിലോ എന്തെങ്കിലും വെട്ടി അളവ് മാർക്ക് ചെയ്തിട്ട് വെട്ടി എടുത്തതിന് ശേഷം ഇതുപോലെ തുണി 4ആയിട്ട് മടക്കിയിടുക. വീതിക്കല്ല മടക്കിയിടണം, നമ്മൾ ഇറക്കത്തിലാണ് മടക്കിയിടുന്നത്. ലെന്ത് വൈസ് വേണം എടുക്കാനായിട്ട്, ഇപ്പോഴും തുണിയുടെ ഇറക്കം എടുക്കാനായിട്ട്. വീതിക്കെടുത്ത ഒരു തുണിക്ക് അത്ര പെർഫെക്ഷൻ കിട്ടത്തില്ല. നമ്മൾ ഒത്തിരി കാര്യങ്ങൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ വെച്ച് പിൻ ചെയ്തതിന് ശേഷം നമ്മൾ ഓരോ ഭാഗങ്ങളും വെട്ടിയെടുക്കണം. ഇതിന് ടോപ്പിന് എടുത്തിരിക്കുന്ന ലെന്തെന്ന് പറഞ്ഞാൽ 15. അപ്പോൾ 15ൻ്റെ കൂടെ 1 ഇഞ്ച് കൂടെ കൂട്ടിയിട്ടുണ്ട്. തയ്യൽ തുമ്പൂടെ മേളിൽ 1/2 ഭാഗം ഷോൾഡറിന് 1/2 ഇഞ്ച് താഴെ ഭാഗത്തും തയ്ക്കാനായിട്ട്, ഫ്രോക്കുമായിട്ട് ജോയിൻ ചെയ്യാനായിട്ട്. 3 ഇഞ്ച് കഴുത്തകലവും 6 ഇഞ്ച് ഷോൾഡറുമാണ് എടുത്തിരിക്കുന്നത്. 6 ഇഞ്ചെന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ 12 ഇഞ്ച്. വണ്ണമെന്ന് പറഞ്ഞാൽ 10 ഇഞ്ചാണ്. പിന്നെ അതിൻ്റെ എൻഡ് ഭാഗത്ത് 1 ഇഞ്ച് നമ്മൾ മേലോട്ട് എടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ നമ്മൾ ഈ ഫ്രോക്ക് തയ്ച്ച് കഴിയുമ്പോൾ തൂങ്ങി വരാതിരിക്കാനാണ് അവിടെ ആ 1 ഇഞ്ച് കയറ്റി മാർക്ക് ചെയ്തിരിക്കുന്നത്. പെട്ടെന്ന് തയ്ച്ചതായതുകൊണ്ട് ഇതെനിക്ക് ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ എടുക്കാനായിട്ട് പറ്റിയില്ല. എന്നിട്ട് നമ്മൾ ആ ഓർഗൻസ തുണി എടുത്ത് അതിൻ്റെ മുകളിൽ വെച്ച് ജസ്റ്റ് ഒന്ന് കറക്റ്റായിട്ട് അങ്ങ് വെട്ടിയെടുക്കുകയല്ല, ജസ്റ്റ് ഒന്ന് ചുമ്മാ അതൊന്ന് വെട്ടിയെടുക്കുക. എന്നിട്ടത് ഈ ഓർഗൻസ തുണിയിൽ വെച്ച് തയ്ച്ചതിന് ശേഷമാണ് കറക്റ്റായിട്ട് വെട്ടിയെടുക്കുക. 4 ഭാഗവും നമ്മൾ ഈ ലൈനിങ് തുണി വെച്ച് തയ്ക്കുമല്ലോ. നമ്മളിങ്ങനെ കഴുത്തിൻ്റെ എടുക്കാനായിട്ട് ഈ ഷേപ്പാണ് ഞാൻ വെട്ടിയിരിക്കുന്നത്. പേപ്പർ ക്യാൻവാസ് എടുത്തു, 3 ഇഞ്ച് കഴുത്തകലം വെച്ച് നമ്മളിങ്ങനെ വെട്ടിയെടുക്കുകയാണ്. വെട്ടിയെടുത്തത് പിന്ന് കുത്തി, കോട്ടൺ തുണി ഉണ്ടെങ്കിൽ അതേ വെച്ച് തയ്ക്കുന്നതാണ് ഏറ്റവും ബെറ്ററേ. 4 സൈഡും പിന്ന് കുത്തി, എന്നിട്ട് അതിൻ്റെ പുറഭാഗത്തിന് 1/2 ഇഞ്ച് തയ്യൽ തുമ്പിട്ട് വേണം കട്ട് ചെയ്യാൻ. അങ്ങനെ വെച്ച് കട്ട് ചെയ്തതിന് ശേഷമുള്ളതാണ് 1/2 ഇഞ്ചോളം. എന്നിട്ടത് മടക്കി അടിക്കുകയാണ്. ഈ സാറ്റിൻ തുണിയിലൊക്കെ അടിക്കുമ്പോൾ വലിയ സ്റ്റിച്ച് ഇട്ടടിക്കാതെ ചെറിയ സ്റ്റിച്ച് ഇട്ടടിക്കും. 2 സ്റ്റിച്ചൊക്കെ ഇട്ടടിക്കുകയാണെങ്കിൽ അതങ്ങനെ നന്നായിട്ടിരിക്കും. അല്ലെങ്കിൽ ബോറായിരിക്കുക സ്റ്റിച്ചസ് കാണാനായിട്ട്. ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അതേപോലെ ഇതിൻ്റെ അടുത്തോട്ടിരിക്കുന്ന ബെല്ലൈക്കണോട് ഒന്ന് എനേബിൾ ചെയ്യാൻ. ഞാനതിങ്ങനെ കഴുത്തൊക്കെ വെച്ച് തയ്ച്ചതിന് ശേഷം ജസ്റ്റ് ഒരു ഫോട്ടോ എടുത്താണ്. എനിക്ക് വീഡിയോസ് എല്ലാം ഇടാൻ പറ്റിയില്ല, പെട്ടെന്ന് കസ്റ്റമറിന് ആവശ്യമായതുകൊണ്ട്. അപ്പം ഇത് വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത് കാണണം. താങ്ക് യു വെരി മച്ച്.